അപ്പോൾ ആ എഫേർട്ട് ഞാൻ കണ്ടത്, അച്ഛൻ്റെ എഫേർട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ ഇത്രയും അടിച്ചത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും സിനിമയിലില്ല. കണ്ടിരുന്നു. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളാണല്ലോ. എനിക്ക് പേഴ്സണൽ എൻ്റെ അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒക്കെ ഇപ്പോൾ അച്ഛൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശംസ നേരുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സിനിമ സ്ക്രീനിൽ കണ്ടത്? എല്ലാ ക്യാരക്ടറും അത്യാവശ്യം നന്നായിട്ട് എനിക്ക് വർക്കൗട്ട് ആയതാണ്. എല്ലാവരും ക്യാരക്ടർ ഒരുപോലെ. ഇപ്പോൾ അച്ഛൻ്റെ മാത്രം വർക്ക് ആയാൽ മാത്രം പോരല്ലോ. എല്ലാ ക്യാരക്ടർ ഇപ്പോൾ രാജുവേട്ടനാണെങ്കിലും എല്ലാവരുടെയും വർക്ക് ആയതുകൊണ്ടാണ് അച്ഛൻ്റെയും ബെറ്റർ. അച്ഛൻ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞ കരിയറിലെ ഏറ്റവും മികച്ച അദ്ദേഹത്തിന് ലഭിച്ചത്. മകൻ എന്നുള്ള രീതിയിൽ എന്താണ് ഈ സിനിമ കാണുമ്പോൾ തോന്നിയത്? ഞാൻ സിനിമയിൽ കയറിയതിനു ശേഷം ഞാനൊരു സിനിമ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് സിനിമ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ സാധനം ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നാണ്. ഞാനിപ്പോൾ ഈ പടമായാലും വേറെ ഏത് പടമാണെങ്കിലും ഞാൻ കാണാൻ പോകുമ്പോൾ ഇത് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ എപ്പോഴും നോക്കുന്നൊരു കാര്യം. അപ്പോൾ അച്ഛൻ ഈ ക്യാരക്ടർ ചെയ്തപ്പോൾ ഞാനും അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടാവും, ഞങ്ങൾ അടുത്തിരുന്ന് പറയും ദൈവം ഇതൊക്കെ എങ്ങനെ ഞാൻ ചെയ്യും. എൻ്റെ അടുത്ത് പോലും വരില്ല, ഞാൻ കയറിയതേ ഉള്ളൂ, ഞാൻ ഇവിടെ താഴെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ലെവലിലൊക്കെ ഞാൻ ഇനി എന്നെത്തും അല്ലെങ്കിൽ അതുപോലെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷനിലായിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തും പിന്നെ അമ്മയായിട്ടും ഒക്കെ. ഇപ്പോൾ തിലകൻ എന്ന് പറഞ്ഞ മഹാപ്രതിഭയുടെ ലെഗസി കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. ഈ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റ സിനിമയിലൂടെ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലെഗസി കാത്തു സൂക്ഷിക്കേണ്ട ആളാണ് താങ്കൾ. അപ്പോൾ അത് എത്രത്തോളം തലയിലൊരു ടെൻഷനുണ്ട്? ശരിക്കും അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. കാരണം അത് ആദ്യത്തെ പടം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കാരണം എല്ലാവരും അത്ര എക്സ്പീരിയൻസ് ഉള്ള അച്ഛനെയും അച്ഛനെയും അവരുടെ അഭിനയത്തെ വെച്ച് എൻ്റെ അഭിനയത്തിനെ കമ്പയർ ചെയ്യരുത് എന്നാണ് ഞാൻ സിനിമ ഇറങ്ങുന്നതിൻ്റെ December 20, 2024 സിനിമ ഇറങ്ങി December 19th നൈറ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം എഴുതിയിരുന്നു. കാരണം എൻ്റെ അഭിനയത്തിനെ അവരുടെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യുകയോ ചെയ്യരുത്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് യാതൊരുവിധ തിയേറ്റർ എക്സ്പീരിയൻസോ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛനൊക്കെ ചെയ്യുന്നത് ക്യാമറയുടെ ബാക്കിൽ നിന്ന് കണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഉള്ള എൻ്റെ ഒരു വലിയൊരു പേടിയാണ് എൻ്റെ അഭിനയത്തിനെ ഇവരുടെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യുമോ. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. പയ്യെ കയറി വരാനേ എനിക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി ഒരു 4 വർഷത്തെ ഒരു കഷ്ടപ്പാടാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 വർഷത്തെ ആ സിനിമയെ ഒരു ഒറ്റ റിവ്യൂസിൽ മാത്രമായിട്ട് പടം പോരാന്നൊരു വിഭാഗം പറയുമ്പോൾ പ്രേക്ഷകന് കാണാൻ വിട്ടുകൊടുക്കാതെ അങ്ങനെ വിമർശനങ്ങൾക്ക് എത്തിച്ചു അവരെക്കുറിച്ച് എന്താ പറയുക? അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ എഫേർട്ടല്ല. നമ്മൾ ചെറിയൊരാളുടെ പോലും അങ്ങനെ ഒരുപാട് പേരുടെ എഫേർട്ട്. അതിൽ നിങ്ങൾ ഇറങ്ങി അതിൽ ആ ഫീൽഡിലോട്ട് നിങ്ങൾ സിനിമയുടെ അതിലോട്ട് ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ ആദ്യത്തെ പടം ചെയ്തപ്പോഴാണ് ഞാൻ അതിന് മുന്നേ അച്ഛൻ്റെ കൂടെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് പോയി കണ്ട ഒരു സംഭവം. അച്ഛനെ മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോഴാണ് ഇത്രയൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു സിനിമ ഇറക്കുമ്പോൾ അതിനകത്ത് നല്ല ചിത്രമൊക്കെ ഉണ്ടാകും. എല്ലാ സംഭവം എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അതിനെ നശിപ്പിക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് എല്ലാം കഴിക്കുന്നത് എല്ലാ തവണയും സൂപ്പറാണോന്നില്ല. അപ്പോൾ ചെറുതൊക്കെ നമുക്ക് അതിനെ കൊള്ളത്തില്ല, അടിച്ചതാത്ത സംഭവം അതൊഴിവാക്കിയിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു നെഗറ്റീവ് റിവ്യൂ വന്നായിരുന്നു. അപ്പോൾ അതിന് ശേഷം പ്രേക്ഷകർ കണ്ടിട്ട് പറയുന്നത് നല്ല സിനിമയാണ്, ഈ നെഗറ്റീവ് പറയുന്നത് പോലല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റെസ്പോൺസൊക്കെ കാണുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതെ, എല്ലാവരും കാണുമോ? ഇപ്പോൾ അതേ ഉള്ളൂ. ഇപ്പം നല്ലതായും ചീത്തയും എല്ലാ സിനിമ എല്ലാവരും കാണുമോ? അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ അത്രയും ആൾക്കാർ കഷ്ടപ്പാടാണ്. അതിനെ അടിച്ച് താത്താതെ അതിനെ ആ ഒരു ലെവലിൽ കണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ഫൈൻ. ഒരിടത്ത് അടിച്ച് താത്തുമ്പോഴാണല്ലോ അത് എല്ലാവർക്കും അത് ബാധിക്കത്തില്ല. കാരണം ഞാൻ വ്യക്തിപരമായി കണ്ടതാണ്. എൻ്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടതാണ് ആ പടത്തിന് വേണ്ടി. 3 വർഷത്തോളം മുടിയൊക്കെ ഡൈ ചെയ്ത് വെളുപ്പിച്ച് ആ ഒരു പ്രായം ഒരാളെ പോലെ നിന്ന് വെളിയിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ. പിന്നെ അതിലുള്ള ഒരുപാട് സീനുകളാണെങ്കിൽ പോലും ചെയ്ത് അച്ഛൻ ഒരുപാട് വയ്യാണ്ടായി. ആ എഫേർട്ട് ഞാൻ കണ്ടത്, അച്ഛൻ്റെ എഫേർട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ ഇത്രയും അടിച്ചത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും സിനിമയിലില്ല. ഈ സിനിമയിലെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം പുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ സംരംഭമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ചെറിയ വിഭാഗം ഒരു റൂമിലിരുന്നിട്ട് റിവ്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറും കൂടി അല്ല ഇല്ലാതാക്കുന്നത്. തീർച്ചയായും. പിന്നെ അത് ആർക്കായാലും അത് ഇപ്പം എൻ്റെ സിനിമ ഇറങ്ങിയപ്പോഴും എനിക്കുള്ളൊരു പേടി ഇതായിരുന്നു. ആളുകളാണ് മലയാളം നമ്മുടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് അങ്ങനെയാണല്ലോ. ഇഷ്ടപ്പെട്ട മേടിക്കും അല്ലെങ്കിൽ അടിച്ചത്തിക്കളഞ്ഞ രീതിയിലുള്ള
അപ്പോൾ ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? എല്ലാവരും പോയി കാണുമോ ഇങ്ങനെ ഒരു ഇതിനെ വളരെ തന്നെ അടിച്ചാത്തി പറയാതെ അതിനെ ആ രീതിയിൽ എടുക്കുക അതേ ഉള്ളൂ. എല്ലാം നെഗറ്റീവായിട്ട് പറയുമ്പോൾ എല്ലാവരെയും അല്ലേ ബാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ അച്ഛനെ എന്തോരം എഫേർട്ട് ഇട്ടു, അതുപോലെ എൻ്റെ അച്ഛൻ്റെ ഭാഗം ഞാൻ കാണുന്നുള്ളൂ, ബാക്കിയുള്ളവരെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ മാത്രം ഇട്ട് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും അതുപോലെ എഫേർട്ട് ഇട്ട് 3-3.5 വർഷത്തോളം എല്ലാവരും എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. അതിനെ അതിൻ്റെ ആ കഷ്ടപ്പാട് മനസ്സിലാക്കി ചെയ്യുമോ. പിന്നെ എല്ലാവരും സൂപ്പറായിട്ട് ചെയ്യുന്നവരല്ലല്ലോ, അവർക്ക് അവരുടെ മിസ്റ്റേക്സ് ഉണ്ടാവും, അവരെ വളരെ സമ്മതിക്കുക അതേ ഉള്ളൂ. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ബേബികളാണല്ലോ. ബേബികളുണ്ട്, റെനിഗുണ്ട എന്ന് പറയുന്നൊരു തമിഴ് പടമുണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നിവിൻചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നിവിൻചേട്ടനുപരി ആ ഡയറക്ടർ പുള്ളി ഭയങ്കര എന്ന് വെച്ചാൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഹനീഫ് അദീനി സാറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അടുത്ത് ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് കിട്ടി. പിന്നെ പുള്ളി വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി എന്നെ ശരിക്ക് ആ ക്യാരക്ടറുമായിട്ട് മോൾഡ് ചെയ്യിപ്പിച്ച് നന്നായിട്ട് എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചൊരു പടമാണ്. എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു.